വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. ഞാനും ഏട്ടനായിട്ട് ഇന്നൊരു സ്ഥലം വരെ പോകുവാണ്. അങ്ങ് ദൂരെ ഒന്നും അല്ല നമ്മൾ പോയത്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കുളത്തിലോട്ടാണ്. ഞാനും ഏട്ടനും കൂടി എന്തിനാ കുളത്തിലോട്ട്? കുളിക്കാനാണോ? അല്ല. തുണി കഴുകാനാണോ? അല്ല. എന്തിനാണ് പോയെന്ന് ഞാനിപ്പോ പറഞ്ഞു തരാം. ഗൈസ്, നമ്മളിന്ന് ചൂണ്ടയിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഈ ഒരു കുളത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടിപൊളി കുളമാണ്, കുറച്ച് ചവറൊക്കെ ഉണ്ട്. ചേട്ടൻ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാവുന്നെന്ന് അറിഞ്ഞൂടാ. ചേട്ടൻ ചൂണ്ടയിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, എന്തെങ്കിലും കിട്ടുമോ, മാനത്ത് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. എനിക്കിന്ന് ചൂണ്ടയിടാൻ ചേട്ടൻ പറഞ്ഞു തരും. അതെങ്കിലും ഒന്നെങ്കിലും വിടി, എന്നിട്ടല്ലേ കവറ്. ഫിഷിംഗ് ഫ്രീക്കൊക്കെ ഞെട്ടും. ആര്? ഫിഷിംഗ് ആളുണ്ട്. എനിക്കറിഞ്ഞൂടാ, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചേട്ടൻ്റെ ചൂണ്ടയിടാൻ പോവുകയാണ്. കണ്ട ഗൈസ്, ചേട്ടൻ മാവൊക്കെ കുഴച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മയണൈസ് പോലെ ഇരിപ്പുണ്ട്. ഇന്ന് മിക്കവാറും നമുക്ക് മീനൊന്നും കിട്ടൂല. മീനൊക്കെ ഇന്ന് അന്നദാനമാണ്. അവർക്ക് ഇന്ന് ആഹാരം കിട്ടും, അത്ര തന്നെ. അല്ല, നടക്കോ? ഇത്ര ഇടുവല്ല, ഇത്ര കുറച്ചാ വെക്കണേ. അപ്പൊ ഇനി നമ്മളെ മോളി ഇരിക്കുന്നു ചേട്ടാ, നമ്മളെ മോളി ഇരിക്കുന്നു. നീങ്ങില്ലേ? നമ്മൾ ഈ ചൂണ്ടയിൽ കൊരുത്തിടുന്ന മാവെല്ലാം മീന് തിന്നുകൊണ്ട് പോവുകയാണ്. പക്ഷെ മീനിനൊന്നും നമുക്ക് കിട്ടില്ല. മിക്കവാറും നമ്മൾ കൊണ്ടുവന്ന മാവ് തീരും, മീനൊന്നും കിട്ടൂല. കായലരികത്ത് വലയെറിഞ്ഞപ്പം വലയി കേറിയ വങ്കട. ഇതെന്തൊരു മീൻ ഗൈസ്, നമുക്ക് ഒരാഴ്ചത്തേക്ക് കറി വെക്കാനുള്ളത്. കൊച്ചു മീനടേ, അങ്ങ് വിട്, അങ്ങ് വിട്, വിട് വിട് വിട്. തിരിച്ചങ്ങിട്ടാ പോരെ. അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പാട്ടൊക്കെ കേട്ട് കേട്ട് നിന്നാണ് നമ്മൾ ചൂണ്ടയിട്ടുണ്ട് നിന്നത്. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല പാട്ടുകളാണ് ഇട്ടുന്നതെല്ലാം. പ്രൈവറ്റ് ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ച് പഴയ പാട്ടുകൾ കേൾക്കില്ലേ, അതുപോലത്തെ പാട്ടുകളായിരുന്നില്ല. വലിയ മീനുണ്ട് ഏട്ടാ. കുറച്ച് ലൂസ് ചെയ്താൽ കുറച്ചുകൂടെ ദൂരം പോകും. ഈ ഒരു മീൻ എന്റെ ചൂണ്ടയിൽ കുരുങ്ങിയതാണ് കേട്ടോ. ഞാനും പഠിച്ചു ഗൈസ്. ഇപ്പൊ മാവിടുന്ന തോന്നുന്നു ഇപ്പൊ നിറച്ച് കിട്ടും. ആദ്യം അതെല്ലാം പിടിച്ചു പോയി ഇവിടെ. സിംഗപ്പെണ്ണേ, ഫസ്റ്റ് ഒരു കുഞ്ഞു മീൻ ചേട്ടന് കിട്ടിയ ശേഷം എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ചേട്ടന് ഇത് കിട്ടിയത്. ഒരു മീൻ കിട്ടിയതിന്റെ അഹങ്കാരം കണ്ടോ മുഖത്ത്. ആദ്യത്തെ ആ കുഞ്ഞു മീനെ നമ്മൾ അതുപോലെ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നേ. എനിക്ക് കിട്ടിയപ്പോഴേക്ക് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഇനിയും ചൂണ്ടയിടാൻ ഇതുപോലെ പോണോന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കിട്ടിയത് രണ്ടും തീരെ ചെറുതായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ നെക്സ്റ്റ് ടൈം ഫ്രൈ ആക്കി സെറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഇന്നത്തെ ചൂണ്ടയിടൽ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. ബൈ ഡിയേഴ്സ്.